തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സത്യം പരിപൂർണമായ ഒന്നാണ്. സത്യം യേശു ക്രിസ്തുവാണ്. സത്യമായ ക്രിസ്തു നമ്മോട് പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. വചനമാകുന്ന ക്രിസ്തു ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചാണ്. സത്യത്തെ പരിപൂർണമായി വെളിപ്പെടുത്തുക എന്ന ദൗത്യം നമ്മിൽ ഓരോരുത്തരും നിക്ഷിപ്തമാണ്. ആ പ്രവർത്തനം നടക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പഴയ കാര്യങ്ങളെക്കുറിച്ചല്ല നാം സംസാരിക്കുക, പണ്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ചല്ല നാം ഇന്ന് പ്രതിപാദിക്കുക. അനുദിനം ജീവിക്കുന്ന ക്രിസ്തുവിനെ ആനുകാലിക ചുറ്റുപാടിൽ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. ഈശോ പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവാകുന്ന വചനം ഈ ഭൂമിയിൽ ജീവിച്ച കാലത്തിൻ്റെ തുടർച്ച സത്യാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നമ്മിലൂടെയാണ് വെളിപ്പെടുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സ്വമേധയല്ല സംസാരിക്കുന്നത്, പുതിയ കാര്യങ്ങളല്ല അവൻ പറയുന്നത്. അവൻ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ പോലും അതെന്നിൽ നിന്ന് എടുത്തിട്ടാണ്, എനിക്കുള്ളതാണ് നിങ്ങളോട് പറയുക. പിതാവ് ഇന്നുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ട് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ചവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. നിരന്തരമായി നവീകരിക്കപ്പെടുന്ന, നിരന്തരമായി പുതിയ പുതിയ വെളിച്ചങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുക. വചനമാവുന്ന ക്രിസ്തു ആദിയിലെന്ന പോലെ ആനുകാലിക ലോകത്തും പ്രസക്തമാകുന്നത് ഈ നവീകരണത്തിൻ്റെ, സത്യത്തിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലിൻ്റെ മാനത്തിലാണ്. അങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ക്രിസ്തു വെളിപ്പെടുത്തുക. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണും, ആദൻസിൽ ചെല്ലുന്ന വിശുദ്ധ പൗലോസ് പഴയ കാലത്തെയും ആനുകാലിക ലോകത്തെയും ബന്ധപ്പെടുത്തി വ്യക്തമായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. പൂർവ്വകാലങ്ങളിൽ സംസാരിച്ച, പിതാക്കന്മാരോട് സംസാരിച്ച പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഇടയിലുള്ള യജ്ഞാതൻ്റെ ബലിപീഠം, ആ ബലിപീഠത്തിന് അടുത്ത് വെച്ചാണ് പറയുന്നത്. ഇവിടെയാണ് ഈ അജ്ഞാതനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ നിങ്ങൾ അജ്ഞാതനെന്ന് വിളിക്കുന്ന ഇയാളെക്കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തുവാണ്. ആനുകാലിക ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ജീവിത സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലാണ്. അത് എങ്ങനെയാണ് പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുന്നത് എന്ന് വ്യക്തമാക്കി പഠിപ്പിക്കാൻ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മെ സഹായിക്കുന്നു. സുരറ്റം പ്രിയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച കാലത്ത് ഇല്ലാത്ത ജീവിത സന്ദർഭങ്ങളും ജീവിതത്തിൻ്റെ പ്രത്യേകതകളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. പഴയ കാലത്തെ ഒരു സംഭവത്തെ ഓർക്കുകയല്ല, ആനുകാലിക ലോകത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ ക്രിസ്തുവിൽ എങ്ങനെ സാധ്യമാകുമെന്നാണ് പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് വെളിപ്പെടുത്തപ്പെടുന്നത്. ചാക്രിക ലേഖനങ്ങളിലായാലും അപ്പോസ്തലിക ലേഖനങ്ങളിലായാലും യേശുവിൻ്റെ ഈ പരിപൂർണതയെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ കൂടുതൽ വ്യക്തമാക്കപ്പെടുന്നു. തൻ്റെ അപ്പോസ്തലിക പ്രബോധനങ്ങളിലൊന്നിൽ മാർപ്പാപ്പ പറയുന്നുണ്ട് ഓഹരി കമ്പോളത്തിലെ വിലമാറ്റങ്ങളെക്കുറിച്ച്. ഓഹരിയിലെ കയറ്റിറക്കങ്ങൾ ഒരു പ്രധാന വാർത്തയാകുന്ന ഈ ലോകത്ത് മനുഷ്യൻ്റെ മരണം ഒരു വാർത്തയല്ലാതായിത്തീരുന്നു. തെരുവിൽ കിടന്ന് തണുത്തു മരവിച്ച് മരിക്കുന്ന ഒരുവന്, കിടപ്പാടമില്ലാതെ മരിച്ചു പോകുന്ന ഒരുവൻ്റെ വാർത്ത പ്രധാനമല്ലാത്തതായിത്തീരുന്നു. ഇവിടെ വെച്ചാണ് ഹിംസയെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയിലൂടെ പഠിപ്പിക്കുക. എന്നിട്ട് മാർപ്പാപ്പ പറയുന്നു, കൊല്ലരുത് എന്ന് നിങ്ങൾ വ്യക്തികളോട് പറഞ്ഞാൽ പോരാ, വ്യവസ്ഥകളോടും പറയണം. ആനുകാലിക വ്യവസ്ഥകൾ എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലുന്നത്, എങ്ങനെയാണ് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നത്, അവിടെ പ്രസക്തമാവുകയാണ് ക്രിസ്തുവിൻ്റെ വചനം. ക്രിസ്തുവിൻ്റെ വചനത്തെ ആനുകാലിക ലോകത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ പ്രബോധിപ്പിക്കാൻ ആത്മാവിൻ്റെ പ്രവർത്തനം നിരന്തരമായി നമ്മോടുകൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവിൽ ആനുകാലിക ചുറ്റുപാടുകളെ വിലയിരുത്താനും ക്രിസ്തുവിനെ കൂടുതൽ തെളിച്ചെടുക്കാനും ആനുകാലിക ലോകത്തിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അഭയമായും ആശ്രയമായും അവതരിപ്പിക്കാനും നാം അങ്ങനെ ബാധ്യതപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിനെ കൂടുതൽ വെളിപ്പെടുത്താൻ ആവശ്യമായ കൃപയ്ക്കും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജീവിത വഴിയിൽ നിരന്തരമായി
ആത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തു രഹസ്യങ്ങളെ വെളിപ്പെടുത്താനായി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം ഇന്ന് നമുക്ക് നൽകുന്നത്. ഇതൊരു ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാണ്. നമ്മിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി നിറവേറ്റുക എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.